മുസ്ലിം സമൂഹം ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ അർഹരാണോ അല്ലേ? ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ തന്നെ കുറെ ആളുകൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിശേഷിച്ച് ഇന്ത്യ രാജ്യത്തെ പോലുള്ളൊരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റിയവരെല്ലാം മുസ്ലിങ്ങൾ യമനിലേക്കോ മറ്റോ യാത്ര തിരിക്കേണ്ടതുണ്ട്, എന്നാലാണ് ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു വിഭാഗം അങ്ങോട്ട് പോകാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയും പോയത് വിവാദമായതുമൊക്കെയാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം എന്നത് കൃത്യമായി പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വേർപിരിഞ്ഞത്. ബഹുസ്വര സമൂഹത്തിലായിരുന്നു റസൂലുള്ളാഹി ജീവിച്ചതും. ജീവിതകാലത്തിലെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് സ്വന്തമായി ഒരു ഭരണമൊക്കെ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് പ്രവാചകന്റെ ജീവിതം മുഴുവനും ഒരു ബഹുസ്വര സമൂഹത്തിലായിരുന്നു. ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ഈ ബഹുസ്വരത എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ബഹുസ്വരത നേരത്തെ ഉമർ സുല്ലമിയൊക്കെ ഇവിടെ കുറെ കാര്യങ്ങൾ അതുമായി സൂചിപ്പിച്ചു. ബഹുസ്വരത സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമാണെന്നാണ് ഖുർആൻ പറയുന്നത്. പിന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രാപ്തരാണ് മുസ്ലിങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. നിങ്ങൾ നോക്കൂ, സൃഷ്ടിപ്പിന്റെ ഭാഗമാണെന്നുള്ളതിന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത് വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മതൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. കൃത്യമായി ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ സമൂഹത്തെ മുഴുവനും ഒറ്റ സമൂഹമാക്കുമായിരുന്നു. അങ്ങനെ ആക്കിയിട്ടില്ല എന്നാണ്. വലാ യസാലൂന മുഖ്തലിഫീൻ. അവർ ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ എന്നാണ് അല്ലാഹു പറഞ്ഞത്. പിന്നെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ലല്ലോ. ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ച് ആ ജീവിതം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോയവരാണ് പ്രവാചകരും സ്വഹാബ കിറാമും തബഉ താബിഈകളുമൊക്കെ. അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിൽ, വിശേഷിച്ച് മുജാഹിദുകളിൽ നിന്ന് പിരിഞ്ഞൊരു വിഭാഗത്തിൽ എങ്ങനെയുണ്ടായി എന്നാലോചിക്കുമ്പോഴാണ് ഏറെ വിഷമം തോന്നുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ എന്നാണ്. ജനങ്ങളിൽ മിക്ക ആളുകളും, അധികം ആളുകളും നീ എത്ര കൊതിച്ചാലും ശരി അവരെ സത്യവിശ്വാസികളാവുകയില്ല, സത്യവിശ്വാസികളല്ല. അപ്പൊ അങ്ങനെ സമൂഹം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ജീവിക്കണം നീ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. നീ നോക്കൂ, അത് മാത്രമല്ല, സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു പറയുന്നത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാള് എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്, മറ്റ് മതസ്ഥരുമായുള്ള പെരുമാറ്റ രീതി എങ്ങനെയായിരിക്കണം എന്നാണ് ഹുജറാത്തിൽ അല്ലാഹു ഇത് പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മോട് പഠിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ ജനപദങ്ങളും ഗോത്രങ്ങളുമൊക്കെ മാറ്റിയത് നിങ്ങൾ പരസ്പരം അന്യോന്യം തിരിച്ചറിയാനും മനസ്സിലാക്കാനുമാണ്. അപ്പൊ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചൊരു രൂപമാണ് ബഹുസ്വരത. വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ, വ്യത്യസ്ത നിറമുള്ള ആളുകൾ, അതൊക്കെ സൃഷ്ടിപ്പിന്റെ ഭാഗമായി തന്നെ ഉള്ളതാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാം സ്വീകരിക്കാൻ
ഇവിടെ ഉമർ സലമി സൂചിപ്പിച്ചൊരു ഭാഗമാണത്. ബലപ്രയോഗം നടത്തരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. സ്വമേധയ സ്വാഷ്ടപ്രകാരം ഒരാദർശം ഉൾക്കൊള്ളുമ്പോഴാണ് ആ യഥാർത്ഥ ആദർശത്തിന്റെ ആളാവുള്ളൂ. നിർബന്ധപൂർവം ഒരാളെ ഒരാദർശത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് പരാജയമായിരിക്കും എന്നതാണ് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഖുർആൻ അങ്ങനെ സന്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ വിശ്വാസികളാകട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വാസികളായിക്കൊള്ളട്ടെ. വിശ്വസിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും, അവിശ്വസിച്ചാൽ എന്തൊക്കെ നാശങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കലായിരുന്നു പ്രവാചകന്മാരുടെ ലക്ഷ്യം. നിർബന്ധപൂർവം ഒരു മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം ലോകത്ത് വന്ന ഒരു പ്രവാചകന്മാരും നിർവഹിച്ചിട്ടില്ല. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്. ഉമർ സുല്ലമി പറഞ്ഞ രായത്താണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ വിമതസ്ഥരോട് മുസ്ലിങ്ങൾ ഇടപഴകേണ്ട രീതി എന്താണെന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കൂ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നവൻ എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തരാം. അല്ലാഹ് നിങ്ങളെ വിലക്കുന്നില്ല. ലം യുഖാതിലുകും ഫിദ്ദീനി, മതത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകളോട് നല്ല ബന്ധം പുലർത്തുന്നതിന് അൻ തബർറൂഹും, അവർക്ക് നിങ്ങൾ ബിർറ് പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതി കാണിക്കുന്നതിനെയും അള്ളാഹു വിലക്കുന്നില്ല. എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കുന്നതോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അത്തരം നീതിപാലകന്മാരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ് നാം ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങളോട് എതിർപ്പില്ലാതെ, മുസ്ലിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാതെ, മുസ്ലിങ്ങളോട് യുദ്ധ പ്രഖ്യാപനം നടത്തിയിട്ടില്ലാത്ത ആളുകളോട് സ്നേഹപൂർവവും അവർക്ക് പുണ്യം ചെയ്തുകൊണ്ടും നീതിപൂർവവും പ്രവർത്തിക്കണം, മുന്നോട്ട് പോകണം, ജീവിക്കണം എന്നത്. അതാണ് ഒരു ബഹുമത സമൂഹത്തിൽ ഒരു വിശ്വാസി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത്. തുടർന്ന് തന്നെ പറയുന്നുണ്ട്, ഈ നീതിപൂർവം വിമതസ്ഥരോട് പെരുമാറണം എന്ന് പറഞ്ഞത് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ പറഞ്ഞ എന്താണ്, അവർക്ക് ഗുണം ചെയ്യാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയാണുണ്ടാവും. ഇനി ഗുണം ചെയ്യൽ എന്നുള്ളതോ അത് നീതിയിൽ കവിഞ്ഞ നടപടിയാണെന്നാണ് ഖുർആൻ പറയുന്നത്. കനിവും മനുഷ്യ സ്നേഹവും ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആവണം നിങ്ങൾ. അപ്പൊ എവിടെയാണ് ഇവിടെ നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ആരോടാണ് ഒരു മുസ്ലിം ഈ പറഞ്ഞ നിലപാടില്ലാതിരിക്കേണ്ടതെന്നുള്ള ഖുർആൻ തുടർന്ന് വരുന്ന വചനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. ഇവിടെ ഈ രണ്ട് വചനങ്ങളിലും അള്ളാഹു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങോട്ട് അക്രമത്തിനും കയ്യേറ്റത്തിനും മുതിരാത്ത ആളുകളോട്, ആരോടും, അവർ ഏത് മതക്കാരായാലും ശരി, അങ്ങോട്ട് ശത്രുത കാണിക്കാൻ പാടില്ല. അവരോട് വളരെ നീതിമുറ അനുസരിച്ചുള്ള ജീവിതമേ വിശ്വാസികളിൽ നിന്നുണ്ടാകാവൂ എന്നുള്ളത് കൃത്യമായി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് വരുന്നത്, ഇങ്ങോട്ട് മതവിഷയത്തിൽ ധിക്കാരത്തിനും മർദ്ദനത്തിനും വരുന്നവരോട് സ്നേഹവും മൈത്രിയും സ്ഥാപിക്കുവാൻ മുസ്ലിങ്ങൾ തുനിയുന്നത് അക്രമമാണെന്ന് അടുത്ത ആയത്ത് പറയുന്നത്. അത് കാപട്യമാണ്, കുറ്റകരമാണ്. മുസ്ലിങ്ങളെ മർദ്ദിക്കുകയും അവരോട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഈ പെരുമാറ്റ രീതി ഉള്ള ആളുകളെ അള്ളാഹു ഒഴിച്ചു നിർത്തിയത് എന്താണ്? അതും നീതിയാണല്ലോ. നമ്മോട് ഇങ്ങോട്ട് അനീതി ചെയ്യുന്നവരോട്
നല്ല ബന്ധം പുലർത്തേണ്ടതില്ല, അവരെ മൈത്രി ബന്ധം ഉണ്ടാവേണ്ടതില്ല എന്നാ പറഞ്ഞു. ഇത് കൃത്യമായി ഖുർആൻ ഒരു ബഹുമത സമൂഹത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് കൃത്യമായി തന്നെ ഈ ആയത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ ശരിക്കും ശത്രുതക്കും വിരോധത്തിനും ഉപരിയായി അനുരഞ്ജനം, സൗഹാർദ്ദം എന്നിവയെ ഉയർത്തിപ്പിടിക്കാനാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് എന്നതാണ് ഈ ആയത്ത് നമ്മോട് പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞത് അസല്ലാഹു അൻ യജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറുർ റഹീം. ഇനി ശത്രുതയിലുള്ള ആളുകളെ തന്നെ അള്ളാഹ് നമ്മുടെ ഇഷ്ടക്കാരാക്കി മാറ്റുന്ന അള്ളാഹ് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിക്കൂടാ ഇല്ല. ഖുർആൻ വേറെയും പറയുന്നുണ്ട്, നിങ്ങൾ മാന്യമായി പെരുമാറുമ്പോൾ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം എന്ന് ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നല്ല പെരുമാറ്റ രീതി ഉണ്ടാകുമ്പോൾ ശത്രുതയുള്ളവൻ മിത്രമായി മാറുന്നു. ഈ ആയത്തിൽ അള്ളാഹ് പറയുന്ന അതാണ്, അസല്ലാഹു അൻ യജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ. അവരിൽ നിന്ന് നിങ്ങളോട് ശത്രുതയുള്ള ആളുകളുടെയും നിങ്ങളുടെയും ഇടയിൽ അള്ളാഹു സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം. വല്ലാഹു ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശത്രുക്കളുടെ നാട്ടിൽ ജീവിക്കുന്ന വിശ്വാസി പോലും അവരെ മൈത്രി ബന്ധത്തിലെത്തിക്കാൻ സൃഷ്ടാവായ അള്ളാഹുവിന് കഴിഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് സമൂഹത്തിന് മാന്യമായ മാതൃക സൃഷ്ടിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്നതാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. നോക്കുങ്ങൾ, സഹോദര സമുദായങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കരുതെന്ന ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. സഹോദരി ബന്ധം തകരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. സമയമില്ലാത്തതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല, ഞാൻ ഇങ്ങനെ സൂചനകൾ തന്നു പോവുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഞാൻ ആ റെഡ് കാണിച്ച ഭാഗം, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കാൻ പാടില്ല. അപ്പൊ അവരെ ആരാധ്യരെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ആദരിക്കണം എന്നല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ വിജയം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു ക്രിസ്തീയ ചർച്ചിലെത്തിയ സംഭവം. ആ ക്രിസ്തീയ ചർച്ചിൽ അദ്ദേഹത്തിന് നമസ്കരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം നമസ്കരിച്ചില്ല എന്നാണ്. കാരണം എന്താ? അവരുടെ വിശ്വാസത്തിന് ഭാവിയിൽ കോട്ടം തട്ടാവുന്ന ഒന്നും വരാൻ പാടില്ല. ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ച സ്ഥലമാണെന്ന് വാദിച്ചുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ നാളെ നമസ്കരിക്കാൻ അവകാശം ഉന്നയിക്കേണ്ടെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. ഇവിടെ നോക്കൂ, ഇനി കുടുംബജീവിതത്തിന്റെ എടുത്ത് നോക്കിയാൽ ബഹുദൈവാരാധകരായ മാതാപിതാക്കളോടും മുസ്ലിം മാതാപിതാക്കളോട് എന്ന പോലെ പെരുമാറണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ഖുർആൻ അത് പഠിപ്പിക്കുന്ന കണ്ടില്ലേ, വസൈനൽ ഇൻസാന ബിവാലിദൈഹി എന്ന് പറഞ്ഞിട്ട്. സാധാരണ നമ്മൾ ഓതാറുള്ള ആയത്താണ്. അപ്പോ ഇവിടെ പറയുന്നത് ബഹുദൈവ വിശ്വാസികളായ മാതാപിതാക്കളാണെങ്കിൽ കൂടി അവരോട് എന്ത് ചെയ്യണം? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. കണ്ടോ, ആ മാതാപിതാക്കൾ ബഹുദൈവാരാധകരാണെങ്കിൽ പോലും അവര് ബഹുദൈവാരാധനയ്ക്ക് നിന്നോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവരനുസരിക്കേണ്ടതില്ല. എന്നിട്ട് പറയുന്നു വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഭൗതികമായ കാര്യങ്ങളിൽ നീ എന്ത് ചെയ്യണം? ലൗകിക കാര്യങ്ങളിൽ നല്ല നിലയിൽ അവരുമായി പെരുമാറണം, ഇടപെടണം. വിശ്വാസികളായ മാതാപിതാക്കളോട് പെരുമാറുന്ന അതേ രീതി തന്നെ ബഹുദൈവ വിശ്വാസികളായ മാതാപിതാക്കളാണെങ്കിലും വേണമെന്ന. റസൂലുള്ളാഹിയുടെ കാലത്ത് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് സംശയം ഉണ്ടായി.
മാതാവ് ബഹുദൈവാരാധകയായ മാതാവ് വന്നിട്ട് സഹായം ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് സംശയം. റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി റസൂലുള്ളാഹിയോട് വന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു പോയി സഹായിക്കണം എന്ന് പറഞ്ഞു. അതാണ് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ വരെ അവരുടെ വിശ്വാസം അവിടെ നോക്കേണ്ടതില്ല. ബഹുദൈവ വിശ്വാസികളായ മാതാപിതാക്കളോട് പോലും ആ ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ്. നീ റസൂലുള്ളാഹിയുടെ ജീവിതം എടുത്തു നോക്കുങ്ങൾ. വേദക്കാരുടെ ആഹാരവും അവരറുത്തതും തിന്നാനും വേദക്കാരികളെ വിവാഹം ചെയ്യാനും മുസ്ലിങ്ങൾ അനുവദിച്ചത് ഇസ്ലാമിന്റെ സഹവർത്തിത്വത്തിൽ വിളിച്ചു വന്നിട്ടുണ്ടെന്ന്. വേദക്കാർ അറുത്ത മാംസം ഭക്ഷിക്കാം മുസ്ലിങ്ങൾക്ക്, അത്രയും അനുമതി ഇസ്ലാമിലുണ്ട്. ഖുർആൻ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ആയത്ത് നോക്കൂ, വേദക്കാരായ ആളുകളുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. നിങ്ങളിൽപ്പെട്ട പതിവ്രതകളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് പോലെ തന്നെ ഊത്തുൽ കിതാബിലെ പതിവ്രതകളായ സ്ത്രീകളെ വിവാഹം കഴിക്കാനും കൂടി അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇനി മറ്റു മതസ്ഥർ അറുത്ത മാംസം, ഇവിടെ ഇപ്പോ അഹ്ലു കിതാബുകാർ അറുത്ത മാംസം ഭക്ഷിക്കാന്നാണ്. മജൂസികളായ ആളുകൾ അറുത്ത മാംസം ഭക്ഷിക്കുന്നത് റസൂലുള്ളാഹി വിലക്കിയതായിട്ട് കാണാൻ സാധിക്കും. കാരണം അവര് അള്ളാഹു അല്ലാത്തവരുടെ പേരുച്ചരിച്ചുകൊണ്ടായിരുന്നു അറുക്കാറുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഊത്തുൽ കിതാബ് അങ്ങനെയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെയൊക്കെ ഒരു ബഹുമത സമൂഹത്തോട് ചേർന്ന് മുന്നോട്ട് പോകാനാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ എന്ന് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ തന്നെ മറ്റു മതസ്ഥരുടെ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ മുതലായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് തന്നെ. വേദക്കാരോടുള്ള പെരുമാറ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നത മാതൃക കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സദ്യകളിലും ശവസംസ്കാരങ്ങളിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിരുന്നു എന്നാണ്. രോഗികളെ സന്ദർശിച്ചിരുന്നു, സൗഹൃദ സന്ദർശനം നടത്തിയിരുന്നു, അവരെ ആദരിച്ചിരുന്നു. ഇതൊക്കെ ചരിത്രരേഖകളിലും ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതാണ് അങ്ങനെയൊരു ജീവിതത്തിന് ഇസ്ലാം അനുമതി നൽകിയിട്ടുണ്ട്. നീ നോക്കൂ, നജ്റാനിലെ ക്രൈസ്തവ പ്രതിനിധി സംഘം വന്നപ്പോൾ ഇരിക്കാൻ റസൂലുള്ളാഹി തൻ്റെ ഉത്തരീയം വിരിച്ചു കൊടുത്തതായിട്ട് ചരിത്ര സംഭവങ്ങളിൽ കാണാം. റസൂലിന്റെ വിശ്വാസമുള്ളവരല്ലല്ലോ, അവരെയാണ് റസൂലുള്ളാഹി സ്വീകരിച്ചത്. അപ്പൊ സാമൂഹികവും മനുഷ്യത്വപരവുമായ മര്യാദകളിൽ ഇസ്ലാം ജാതി വ്യത്യാസം കാണിക്കുന്നില്ല എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ജാതി വ്യത്യാസം ഇസ്ലാമിൽ ഇല്ല. ജാതീയത തന്നെ തുഴുത്തെറിഞ്ഞ ഒരു മതത്തിൽ എങ്ങനെയാണ് അത്തരം വിശ്വാസങ്ങൾ ഉണ്ടാകുക? നോക്കുങ്ങള്, റസൂലുള്ളാഹി നിങ്ങളൊക്കെ സാധാരണ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്, എന്നാലും ഈ വിഷയവുമായി ചേർത്ത് പറയുമ്പോൾ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റുന്ന സംഭവമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഇന്നഹ ജിനാസ യഹൂദി, റസൂലേ അതൊരു ജൂതന്റെ ശവമാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കാണ്, ഫഖാലത്ത് അലൈസ നഫ്സ, അതൊരു നഫ്സല്ലേ? വേറെ ചില റിപ്പോർട്ടിൽ അലൈസ ദാലിക ആദമിയ, അതൊരു മനുഷ്യനല്ലേ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യത്വമാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. ആദർശം മനുഷ്യത്വവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല. മനുഷ്യത്വം മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ഒന്നിച്ചു കാണാനും കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. മക്ക വിജയ ദിനത്തിൽ തന്നെ നാട്ടിൽ നിന്നും പുറത്താക്കിയവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം വിട്ടുവീഴ്ചയുടേതായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണത്. റസൂലുള്ളാഹിക്ക് ഭരണം കയ്യിൽ കിട്ടുകയാണ്, അവരെ മുഴുവനും നശിപ്പിക്കാൻ അല്ലെങ്കിൽ ജയിലിലടക്കാൻ, കൊല്ലാനൊക്കെ അധികാരമുള്ള ഒരു ഘട്ടത്തിൽ
ഇദ്ഹബൂ വഅന്തും തുലഖാ, പൊയ്ക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണെന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടായി. ആ ചരിത്രം അധികം പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതാണ് റസൂലുള്ളാഹിയുടെ പെരുമാറ്റ രീതി. അപ്പൊ വിശ്വാസികൾ ആ ഒരു പെരുമാറ്റ രീതിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ്. ഇനി നോക്കൂ, മക്കയിൽ പ്രവേശിച്ച ശേഷം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം മക്കക്കാർക്ക് ഭക്ഷ്യവസ്തുക്കൾ പ്രവാചകൻ കൊടുത്തയച്ചു എന്നാണ്. കാരണം അവർ ഉപരോധത്തിൽ ക്ഷാമത്തിലായിരുന്നു. അപ്പൊ അവർക്ക് കുറെ ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ട് കൊടുത്തയക്കുകയാണ്. അവർ മുസ്ലിങ്ങളായിട്ടൊന്നുമില്ല, അവിശ്വാസികളാണെന്ന്. പക്ഷെ പിന്നീട് എന്തുണ്ടായി? സ്ത്രീകളും കുട്ടികളും കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്ന രംഗമുണ്ടായി. അപ്പൊ ഒരു മുസ്ലിം തന്റെ അയൽവാസിയായ അമുസ്ലിമിനോട് ബദ്ധവൈരിയായി വെറുപ്പോടെ നിൽക്കുകയാണോ വേണ്ടത്, അവനോട് സ്നേഹപൂർവ്വം പെരുമാറുകയാണോ വേണ്ടതെന്ന് റസൂലുള്ളാഹി കാണിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വഹാബക്കിറാമിനെയൊക്കെ പായിപ്പിച്ച ആളാണ്, സ്വന്തം നാട്ടിൽ നിന്ന് പായിപ്പിച്ചവരാണ് ഇവര്. അവർക്കാണ് ഈ ഭക്ഷണം കൊടുത്ത് അവരെ സ്വീകരിക്കുന്നത്. അതാണ് കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് പലായനം ഉണ്ടായ കാരണം എന്നാണ്. ഇനി മുശ്രിക്കുകൾക്കെതിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട രംഗം റസൂലുള്ളാഹിയോട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നീലം ഉബ്അസ് ലഅാനൻ, ഞാനൊരു ലഅനത്ത് ചെയ്യുന്നവനായിട്ടല്ല എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. വലാകിൻ ബുഇസ്തു ദാഇയൻ വറഹ്മ, ഒരു പ്രബോധകനും അതേപ്രകാരം തന്നെ കാരുണ്യവാനുമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഇതിൽ ദുആ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, പടച്ചോനെ എൻ്റെ ഈ ജനതയ്ക്ക് ഹിദായത്ത് നൽകണേ, അവർ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണെന്നാ പറഞ്ഞത്. വേറെരംഗം, പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന മുസ്ലിങ്ങൾ അന്യമതസ്ഥരോട് മര്യാദയോടെ ഇടപഴകി എന്നതാണ് ചരിത്രങ്ങൾ കാണിച്ചു തരുന്നത്. ക്രൈസ്തവനും ജൂതനുമൊക്കെ മുസ്ലിമിനോട് തോളുരുമ്മി ജീവിച്ചു. പ്രാർത്ഥനാ സ്ഥലങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അവര് ഒന്നായിരുന്നു എന്നുള്ളതാണ് മദീനയിലൊക്കെ റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടം എടുത്ത് പരിശോധിച്ച് മനസ്സിലാകുക. അതിനൊരു ചെറിയ സംഭവം, പ്രമുഖ സഹാബിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു കാടിനെ അറുത്തപ്പോൾ അദ്ദേഹം വേലക്കാരനോട് പറഞ്ഞു, ജൂത അയൽവാസിയെ മറക്കരുതിട്ട് അവന് കൊടുക്കണം എന്ന്. അപ്പോ ഈ ഭൃത്യന് ഇതിങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോ ഭൃത്യനൊരു വിഷമം, എന്താ ഇപ്പൊ ഇതിങ്ങനെ പറയുന്നത്? അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇതിങ്ങനെ പറയുന്നത്, ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അയൽവാസിക്ക് വേണ്ടി സ്വത്തിന്റെ ഓഹരി കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ സംശയിക്കാർ രൂപത്തിൽ അയൽവാസിയെ കുറിച്ച് റസൂലുള്ളാഹി ഞങ്ങളെ ഉപദേശിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ മറക്കരുതേ എന്ന് പല പ്രാവശ്യം പറഞ്ഞത്. അപ്പൊ ഇതായിരുന്നു സഹാബ കിറാമിന്റെ ജീവിതത്തിൽ അവർ അയൽപ്പക്ക ബന്ധം, അത് മുസ്ലിം അമുസ്ലിം എന്ന് നോക്കിയിട്ടല്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി മതസ്വാതന്ത്ര്യത്തിൽ മുസ്ലിം ഭരണാധിപന്മാർ കൽപ്പിച്ച പ്രാധാന്യം എത്ര ഉണ്ട് നോക്കും. മതസ്വാതന്ത്ര്യത്തിന് ഭരണം കിട്ടിയ സമയത്തൊക്കെ അവര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉമറുൽ ഫാറൂഖിന്റെ സംഭവം തന്നെ, അൽ ഖയാമ എന്ന ചർച്ചിലായിരുന്നു ഈ അദ്ദേഹത്തിന് നമസ്കാരത്തിന് അനുമതി നൽകിയത്. അദ്ദേഹം സ്വീകരിച്ചില്ല. ഇതേപ്രകാരം തന്നെ ഉന്നത സ്ഥാനീയരായ മുസ്ലിങ്ങൾക്കെതിരെ നീതിക്ക് വേണ്ടി കേസ് കൊടുക്കാൻ മുസ്ലിം നിയമം വിമതസ്ഥരെ അനുവദിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ജൂതന് അലി റളിയല്ലാഹുവിനെതിരായ ഖലീഫ ഉമറിന്റെ അടുക്കൽ ഒരു കേസ് കൊടുത്ത സംഭവം പറയുന്നുണ്ട്. അപ്പോ ഖലീഫ ആ കേസ് സ്വീകരിച്ചിട്ട് ആർക്കെതിരില്ല കേസ് എന്ന് നിങ്ങൾക്ക് അറിയില്ല, നബിയുടെ പിതൃവ്യ പുത്രനാണ്, ജാമാതാവാണ്, ഖലീഫ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളുമാണ് അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹുവിന്റെ എതിരിലാണ് ജൂതൻ കേസ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ ഒരാൾക്കെതിരിൽ ഒരുത്തൻ കേസ് കൊടുത്താൽ അവനുള്ളിൽ പോകുന്നല്ലാതെ അവനെതിരിൽ ആ ആൾ
അലി റളിയല്ലാഹുവിനെ പോലെ സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരിൽ ഒരു നടപടി ഉണ്ടാവില്ല. എന്നവിടെ ഖലീഫ ചെയ്തത് എന്താണെന്നറിയോ? ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ വിസ്തരിക്കാൻ തീരുമാനിച്ചു. അല്ല, ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹുവിനെ വിസ്തരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാളെയും വാദിയെയും പ്രതിയെയും കൊണ്ടുവരികയാണ്. അവിടെ ഇരിക്കുമ്പോ ഖലീഫ വിധി പ്രഖ്യാപിക്കാൻ പോവാണല്ലോ. അതിന് മുമ്പ് കേസ് കേൾക്കണല്ലോ. അതിനു വേണ്ടി രണ്ടാളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോ അലി റളിയല്ലാഹുവിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് അബുൽ ഹസൻ എന്നായിരുന്നു. അബുൽ ഹസൻ ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞു. പ്രതിയുണ്ട്, അല്ല വാദിയുണ്ട്. രണ്ടാളും ഇരുന്നപ്പോ അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് എന്തൊക്കെ പ്രയാസം ഇങ്ങനെ മിന്നി മറിയുന്നത് ഖലീഫ കാണുകയാണ്. അങ്ങനെ ഖലീഫ കണ്ടപ്പോ ഖലീഫ എന്ത് ചെയ്തു? ഇത് നോട്ട് ചെയ്തു. അങ്ങനെ കേസ് കഴിഞ്ഞ ശേഷം അലി റളിയല്ലാഹുവിന് അടുത്ത് വന്നപ്പോ പറഞ്ഞു, ഞാനാ അവന്റെ അടുത്തിരിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര ഇഷ്ടായില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അലി റളിയല്ലാഹു പറഞ്ഞു, എന്താണെന്നറിയോ, ഞാൻ അതുകൊണ്ടല്ല വിഷമം അനുഭവിച്ചത്. നിങ്ങൾ എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചല്ലോ, അതിലൊരു ബഹുമാനം നിലനിന്നിരുന്നു. യഥാർത്ഥത്തിൽ വാദിയെയും പ്രതിയെയും ഒരേപോലെ കാണേണ്ടിയിരുന്നു. നിങ്ങൾ എന്നെ ബഹുമാനിക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു. അതാണ് എന്റെ മുഖം വിവരണമാകാനുണ്ടായ കാരണം എന്ന് അലി റളിയല്ലാഹു പറഞ്ഞത്. അത്രമാത്രം ശത്രുക്കൾക്ക് വരെ ഇസ്ലാമിക ഭരണകൂടത്തിൽ എല്ലാ നിലയ്ക്കുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന പാഠം. അന്യമതസ്ഥരുടെ ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വേറെ ചർച്ച. നമുക്ക് നോട്ട് ചെയ്ത പോയിന്റുകൾ മാത്രം പറയുന്നുള്ളൂ. ആയിഷ റളിയല്ലാഹുവിൽ നിന്നുള്ളൊരു സംഭവമുണ്ട്. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അന്ന ഖൗമൻ ഖാലു യാ റസൂലല്ലാഹ് ഇന്ന ഖൗമൻ യഗ്തൂനനാ ബില്ലഹ്മി ലാ നദ്രി അദകറു ഇസ്മല്ലാഹി അലൈഹി അം ലാ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മുല്ലാഹ അലൈഹി വകുലൂഹു. ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് പറയാണ്, ചില ആളുകൾ ഞങ്ങളെ അടുത്ത് ഇങ്ങനെ മാംസമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അത് അള്ളാന്റെ പേരിലാണോ അറുത്തത് അല്ല എന്നൊന്നും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞത് സമ്മുല്ലാഹ അലൈഹി വകുലൂഹു. നിങ്ങൾ തിന്നുമ്പോ ബിസ്മില്ലി എന്ന് പറഞ്ഞു. അത്രമാത്രം നബി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു എന്ന് പറഞ്ഞ നബി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു ഉദ്ധരിച്ചതാണ്. നബി പറഞ്ഞു എന്നാണ്. നിങ്ങൾ സമ്മുള്ള, നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചോളൂ. വകുലൂഹു. മറ്റുള്ളവരുടെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ വാങ്ങി കഴിക്കാമോ എന്നുള്ള സംശയം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥ മാംസം കഴിക്കണം എന്ന് അനുവാദം നൽകിയല്ല. പക്ഷെ അന്ന് അത് ജൂത ക്രൈസ്തവർ അഹ്ലി കിതാബുകാരായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. ഇനി അതല്ലാത്ത സംഭവമുണ്ട്. ഇപ്പൊ ഇവർ ഈ ഉസൈമീനെയും മറ്റ് പണ്ഡിതന്മാരെയും ഒക്കെ എടുത്ത് ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് ഉസൈമീൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടൊക്കെ പണ്ഡിതാഭിപ്രായങ്ങൾക്കാണല്ലോ ഇപ്പോൾ വലിയ സ്ഥാനം. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ ഒരു ഫത്വയുടെ ഭാഗമാണിത്. നോക്കൂ, ഫൈൻ ജാഅന മദ്ബൂഹുൻ മിൻ മുസ്ലിമിൻ ഔ യഹൂദിയിൻ ഔ നസ്രാനിയിൻ ഫലാ നസ്അൽ വലാ നഖൂൽ നസ്അൽ അൻഹു വലാ നഖൂൽ കൈഫ ദുബിഹ വലാ ഹൽ സുമ്മിയ അലൈഹി ഔ ലാ ഫഹുവ ഹലാലുൻ മാ ലം തകും ബയ്യിന അലാ അന്നഹു ഹറാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ കൊടുത്തൊരു ഫത്വയുടെ ഭാഗമാണ്. ആ ചോപ്പ് അടയാളപ്പെടുത്തിയ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ നമ്മളെടുത്ത് മദ്ബൂഹായിട്ടുള്ള എന്തെങ്കിലും അർത്ഥ മാംസമായിട്ട് വരികയാണെങ്കിൽ മുസ്ലിം ആയാലും യഹൂദി ആയാലും നസ്രാനി ആയാലും നമ്മൾ അത് ഏറെ ചോദിച്ചന്വേഷിക്കേണ്ടതില്ല. എങ്ങനെയാണ് അർത്ഥത്, അള്ളാന്റെ പേര് ഉച്ചരിച്ചിരിക്കുന്നോ എന്നൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. അത് ഹറാമാണ് എന്ന കൃത്യമായ രേഖ കിട്ടുന്നിടത്തോളം അത് ഹലാലാണ്. എന്നിട്ട് പറയുന്നു ഹാദാ മിൻ തൈസീരില്ലാഹി സുബ്ഹാന, ഇത് അള്ളാഹു നൽകിയ നമുക്കുള്ള ഇളവാണ്, അതുകൊണ്ട് സ്വീകരിച്ചോളൂ.
പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിത് എടുത്തുദ്ധരിച്ച് നമുക്ക് തെളിവിന് വേണ്ടിയല്ല, നമുക്ക് ഖുർആനും ഹദീസും തന്നെ തെളിവുണ്ട്. പക്ഷേ ഈ ഉസൈമീൻ്റെ ഒക്കെ ഫത്വ എടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, മറ്റൊരിങ്ങനെ പറഞ്ഞു എന്ന് നടക്കുന്ന ആളുകൾക്ക് ഇത് രേഖയാവുമല്ലോ. അപ്പൊ അവര് വരെ അത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയാനാണ്. ഇനി അന്യമത ആഘോഷങ്ങളും ഇസ്ലാമിക നിലപാടും എന്നുള്ളത് നോക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി തൻ്റെ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സൗഹാർദ്ദം സംരക്ഷിക്കണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആദർശത്തിൽ ഒരു തരിമ്പും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. എന്നാൽ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നൊന്നുണ്ടാകാനും പാടില്ല. പലപ്പോഴും അതാണ് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ വേറൊരു തുരുത്തായി മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അവരായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാതെ ഇങ്ങനെ മാറിപ്പോകുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ ദഅവത്തിന് തന്നെ തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിലുകൊണ്ട് സംജാതാകുന്നത്. നമ്മൾ അവരെ കൂടെ ജീവിച്ചിട്ട് നമ്മെ കണ്ടു പഠിക്കേണ്ടവരാണ് മറ്റു മതസ്ഥർ. അങ്ങനെയല്ലേ ഇസ്ലാമിലേക്ക് എത്തി പലരും ഇസ്ലാമിനെ ആകൃഷ്ടരായത്. കേരള ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ ഇസ്ലാമിലേക്ക് ആകർഷകരാകുന്നത് ഇവിടെ പ്രബോധനത്തിനായി വന്ന ആളുകളുടെ ജീവിതം കണ്ടിട്ടാണ്, അല്ലാതെ അവരുടെ വാത് കേട്ടിട്ടല്ല. അപ്പൊ അതാണ് ഇവിടെ നോക്കൂ. അലി റളിയല്ലാഹു ഒരു ഹദിയ സ്വീകരിച്ച സംഭവം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിൽ എഴുതിയതാണ്. ഇവിടെ എഴുതിയത് അനഹു ഉതിയ ബി ഹദിയത്തിൻ നൈറൂസ് ഫഖബിലഹ. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, സമയമില്ലല്ലോ. നൈറൂസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ പദാണ്. യൗമുൽ ജദീദ്, യൗമുർ റബീ, പുതുവർഷം അല്ലെങ്കിൽ വസന്ത ദിനം എന്നൊക്കെ, പുതുദിനം വസന്ത ദിനം എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു. എവിടെ? ഇവിടെ പറയുന്നുണ്ട് ഇറാനിലും ഏഷ്യ ഉസ്തയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആഘോഷം, അവിടുത്തെ ഒരു പ്രാദേശിക ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ ഒരു ഹദിയയായിട്ട് അലി റളിയല്ലാഹുവിന്റെ അടുത്ത് വരികയാണ്. അപ്പം എന്ത് ചെയ്തു? ഫഖബിലഹ, മുപ്പരെ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ ഹറാമ് കലർന്നിട്ടില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയതോ അറുത്തതോ അല്ല എന്ന് ബോധ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കുന്നതിന് ഇസ്ലാം വിലക്കൊന്നും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് അലി റളിയല്ലാഹുവിന്റെ ജീവിതം. ഇനി മജൂസികളുടെ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്ന രംഗത്ത് മാംസം കഴിക്കരുതെന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തവരിൽ അറുക്കുന്ന ആളുകളുടെ മാംസം അത് കഴിക്കാൻ പറ്റില്ല. അത് ശരിക്ക് ഇബ്നു അബീ ശൈബ മുസന്നഫിൽ ഇത് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഖാബൂസിൽ നിന്നാണ്. അന്നംറഅതൻ സാലത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഇന്നലനാ ആളാറം മിനൽ മജൂസ്, മജൂസുകളിൽപ്പെട്ട ചില അടുത്ത ബന്ധുക്കൾ ഞങ്ങൾക്കുണ്ട്. വൈനഹു യകൂനു ലഹുൽ ഈദു, അവർക്ക് അവരുടെ ചില ആഘോഷ ദിവസങ്ങളിൽ ഫയഹ്ദൂന ലനാ, ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ ഹദിയായിട്ട് കൊടുന്നു തരാറുണ്ട്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മറുപടി പറഞ്ഞത്, അമ്മാമാ ദുബിഹ ലിദാലിക്കൽ യൗം ഫലാ തഅകുലു, ആ ദിവസത്തിന് വേണ്ടി അർത്ഥം നിങ്ങൾ കഴിക്കണ്ട. വലാകിൻ കുലൂ മിൻ അസ്ജാരിഹിം, അവരുടെ പഴങ്ങൾ നിങ്ങൾ കഴിച്ചോളൂ എന്നാണ്. അസ്മാർ ആണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ അസ്ചാറിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ പഴങ്ങൾ കഴിച്ചോളൂ, അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഭക്ഷ്യവസ്തുക്കൾ ആണെന്ന് ബോധ്യമുള്ളത്. അപ്പൊ നമുക്ക് നിവേദ്യമൊക്കെ ആ കൂട്ടത്തിൽ പെടുത്താം. അത് ശരിക്കും പൂജക്ക് വെച്ച വസ്തുവാണ്. അതല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറികളായാലും പഴങ്ങളായാലും അല്ലെങ്കിൽ ഹറാമല്ലാത്ത മറ്റു ഭക്ഷ്യവസ്തുക്കളായാലും അതൊന്നും കഴിക്കുന്നതിന് വിലക്കില്ല എന്നുള്ളതിന് തെളിവാണിത്. ശരിക്കും ഇതിൽ നിന്ന് ഈ ഹദീസ് അല്ലാതെ തന്നെ നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവനല്ല വിശ്വാസി, എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാവേണ്ടവനാണ് വിശ്വാസി എന്നുള്ളതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. സാധ്യമായ മേഖലകളിലൊക്കെ തന്നെ മറ്റു മതസ്ഥരുമായി സഹകരണത്തിലും സഹവർത്തിത്വത്തിലും കഴിയേണ്ടവനാണ് വിശ്വാസി എന്നാണ് നമുക്കിതിൽ നൽകുന്ന സന്ദേശം. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ
നാം ഒരിക്കലും ആ സമൂഹത്തോട് അകന്നു നിൽക്കുന്നവരായി നാം മറ്റൊരു തുരുത്തായി മാറാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. മാനവികതയുടെ പ്രചാരകരാവുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ഈ വിഷയം ദീർഘമായി ഇനിയും ഒരുപാട് ഭാഗങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, നീട്ടുന്നില്ല. ഏതായാലും അതിൻ്റെ ഒരു സത്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചു. അതിലെന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കാതെ സമൂഹത്തോട് ഇടപഴകി, എന്നാൽ അവരുടെ ഇടയിൽ ആദർശം തീർച്ചയായും ഉയർത്തി കാണിക്കുന്നവരായി, ആദർശ നിഷ്ഠയോടെ മുന്നോട്ട് പോകുന്നവരായി ജീവിക്കുമ്പോഴാണ് നമ്മെ മറ്റുള്ളവർ മനസ്സിലാക്കുക. അതാണ് മതസ്ഥർക്കിടയിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ പറ്റിയ ഒരു പ്രബോധനത്തിന്റെ ഭാഗവും കൂടിയാണത്. നിങ്ങൾക്കറിയാലോ, ഈ കേരളക്കരയിൽ ഇസ്ലാം പ്രചരിച്ച സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാലേ, കേരള ചരിത്രത്തിൽ തന്നെ തലശ്ശേരിയിലെ ഒരു സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് ഈ അറബികൾ വന്നിട്ട് തലശ്ശേരിയിൽ കച്ചവടം തുടങ്ങുകയാണ്. ഇവിടെ തൊട്ടടുത്ത അമുസ്ലിങ്ങളായ സഹോദരങ്ങളുടെ കച്ചവടമുണ്ട്. അങ്ങനെ അറബികൾ നല്ല വിശ്വസ്തമായ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ മുഴുവനും അവരെ കടകളിലേക്ക് ആകൃഷ്ടരായി. അറബികളുടെ കച്ചവടത്തിലാണ് ആളുകൾ മുഴുവൻ സാധനം വാങ്ങാൻ പോകുന്നത്. അമുസ്ലിം സുഹൃത്തുക്കളുടെ കടകളിൽ കച്ചവടം വറ്റ കുറഞ്ഞു. അപ്പൊ ആ കച്ചവടക്കാർ ചെയ്ത പണി എന്താണെന്ന് അറിയോ? അറബികളായ കച്ചവടക്കാർ ചെയ്തത് ഉച്ചയോടെ കടയടക്കാൻ തുടങ്ങി, മറ്റുള്ളവർക്കും കച്ചവടം കിട്ടട്ടെ എന്ന് എഴുതിയിട്ട്. അമുസ്ലിം സുഹൃത്തുക്കളോട് അവർ കരാറിലെത്തുകയാണ്, ഞങ്ങൾ ഉച്ചവരെ കച്ചവടം ചെയ്യുള്ളൂ, ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ കടയടച്ചിട്ട് നിങ്ങൾ കച്ചവടം ചെയ്തോളൂ. അതായിരുന്നു അവരുടെ ജീവിത രീതി. ഇതാണ് ഒരു മുസ്ലിം ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തൻ്റെ സഹോദര സമൂഹത്തിൽപ്പെട്ട തൻ്റെ കൂടെ ജീവിക്കുന്ന സമൂഹങ്ങൾക്ക് കൂടി നമ്മിൽ നിന്ന് നീതി ലഭിക്കുന്ന രൂപത്തിൽ നീതിപാലകന്മാരായി നമ്മൾ മാറുമ്പോൾ തീർച്ചയായും ആ ആദർശവും കൂടി ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവും എന്നതിന് തെളിവാണ് പിന്നീടുണ്ടായ ഈ മാലിക് ദീനാറിന്റെയും മറ്റൊക്കെ ചരിത്രത്തിൽ നോക്കിയാൽ അവരുടെ ജീവിതം കണ്ടിട്ട് ആ ആദർശ നിഷ്ഠ കണ്ടിട്ട് ആകൃഷ്ടരാവുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നത്. റസൂലുള്ളാഹിയുടെയും സഹാബ കിറാമിന്റെയും ഒക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഇത് കൂടുതൽ പഠനത്തിനും ചിന്തയ്ക്കും വിധേയമാകാൻ ഉപയുക്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അള്ളാഹു ഞാൻ പറഞ്ഞതും നമ്മൾ കേട്ടതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുണപ്രദമായി മാറട്ടെ, അതിന് അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ വീഴ്ചകളൊക്കെ പുറത്ത് ഒസയിൽ കഷ്ടപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്കും കുട്ടികൾക്കുമൊക്കെ രക്ഷയും വിജയവും നൽകുമാറാകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.